ഇന്ന് ആദൂട്ടൻ്റെ ഈറ്റ്സിനിടെയാണ്. അവനൊരു ദിവസം എത്ര മീൽ കഴിച്ചു, അത് എന്തൊക്കെയാണെന്നാണ്. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സിൻ്റെ കുറുക്കാണ് ചെയ്ത. ഓട്സ് ഒന്ന് പൊടിച്ചെടുത്ത് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പനങ്കൽക്കണ്ടവും നട്ട്സ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് കുറുക്കി കുഞ്ഞിന് കൊടുത്തു. ആൾക്ക് വലിയ ഇൻട്രസ്റ്റൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നമ്മൾ നിർബന്ധിച്ചൊക്കെ ആളെ കൊണ്ട് കഴിപ്പിക്കുന്നു. മിക്കവാറും അങ്ങനെ തന്നെ, ഫുഡിനോടൊന്നും വലിയ ഇൻട്രസ്റ്റുള്ള കൂട്ടത്തിലൊന്നും അല്ല ആൾ, നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അങ്ങനെ കുറേ പാടുപെട്ടൊക്കെയാണ് ഇന്ന് ഇരുന്നും കിടന്നും അങ്ങനെയൊക്കെയാണ് ആൾ കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് നമ്മളൊരു സ്നാക്കായിട്ട് ദോശയാണ് ഇന്ന് കൊടുത്തത്. കാരണം ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. ഫിംഗർ ഫുഡായിട്ടാണ് കൊടുത്തത്. തന്നെ കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് നേരമൊക്കെ അല്ലെ പിടിച്ചിരുന്ന് ഒരു പ്രാവശ്യമൊക്കെ കൈവച്ചു. അല്ലാതെ ഞാൻ തന്നെ ഫീഡ് ചെയ്യാറുന്ന ആളാണ്. അല്ലാതെ ആൾ കഴിക്കുമെന്ന് തോന്നിയില്ല. പാത്രമൊക്കെ എടുത്ത് പൊക്കി താഴെയിട്ട് കളിക്കുകയായിരുന്നു. ലഞ്ചിന് ഒരു ക്യാരറ്റ് എഗ് റൈസാണ് ചെയ്തത്. ആദ്യം തന്നെ ഒരു പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക് അങ്ങനെ ചെറിയ സ്പൈസസ് എടുത്ത് അതൊന്ന് കുക്കറിലോട്ടിട്ട് പിന്നെ അരമണിക്കൂർ സോക്ക് ചെയ്ത ബസ്മതി റൈസാണ്, അതും ഇട്ട് അതൊന്ന് വേവിച്ചെടുത്ത് അതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് വെച്ച് അതിൻ്റെ അകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് അതൊന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുത്ത് അതൊന്ന് നന്നായിട്ട് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, മുട്ടയല്ലേ നന്നായിട്ട് വെന്താലല്ലേ കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ പരുവായപ്പോഴത്തേക്ക് വേവിച്ച് വെച്ച റൈസും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്രൈഡ് റൈസ് പരുവത്തിനാക്കി അത് കൊടുത്ത് ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കഴിച്ച് വലിയ ബഹളമൊന്നും കൂടാതെ ഇരുന്ന് കഴിച്ചു ഫുഡ്. അതുകൊണ്ട് ലഞ്ച് കൊടുക്കുന്ന അത്ര കഷ്ടപ്പാടായിട്ടും തോന്നില്ല. പിന്നെ വൈകുന്നേരം അമൃതം പൊടിയുടെ കുറുക്കാണ് കൊടുത്തത്. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അമൃതം പൊടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ പനങ്കൽക്കണ്ടവും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് കുറുക്കി കൊടുത്ത് ആൾക്ക് വലിയ താല്പര്യം ഒന്നും തോന്നിയില്ല. കുറേ പാടുപെട്ടിട്ട് അത് ഇച്ചിരിയെങ്കിലും കൊടുത്തത്. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിന്നറിന് നമ്മുടെ വീട്ടിലന്ന് എല്ലാവർക്കും കഞ്ഞിയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനും കഞ്ഞി തന്നെ കൊടുക്കാമെന്ന് വെച്ച് കഞ്ഞിയും 2-3 വേവിച്ച കടലയും കൂടെ ഉടച്ച് അത് നന്നായിട്ട് ഉടച്ച് കുഞ്ഞിന് കഴിക്കാൻ പരുവത്തിനെടുത്തിട്ടാണ് അവന് കൊടുത്തത്. വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല അതിനും, പിന്നെ നിർബന്ധിച്ചൊക്കെ ഇച്ചിരി കൊടുത്തു. അതാണ് ഇന്നത്തെ ആദൂട്ടൻ്റെ ഈറ്റ്സിൻ്റെ ഡേ.